السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين. أما بعد. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ട അടിമകളിൽ നമ്മയും പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നാരിയത്തു സ്വലാത്തുകൾ ചൊല്ലി നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി ഫാത്തിഹകൾ ഓതി തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യാനിരിക്കുകയാണ് നമ്മളൊക്കെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ അമലുകളൊക്കെ, പോരായ്മകളൊക്കെ പരിഹരിച്ച് പൂർണ്ണമായി നാഥൻ ഖബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ട കണ്ണവം ഫാത്തിമ എന്ന മഹദി, അല്ലാഹു ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഹിദായയുടെ സജീവ സഹകാരിയായ പ്രവർത്തകന്റെ ഉമ്മയാണ്. അല്ലാഹു ദറജ ഉയർത്തിക്കൊടുത്ത് നാളെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. നമ്മുടെ ഹിദായയുടെ സജീവ പ്രവർത്തകന്റെ ഭാര്യ പ്രസവ സംബന്ധമായ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം പല നിലക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഇന്ന് ആണ്ട് നടക്കുന്ന ആയിഷ ഉമ്മയുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിടവും സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നാരിയത്ത് സ്വലാത്തിന്റെ മജ്‌ലിസ് ഈ ഒരു പ്രയാസ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, നമുക്ക് വലിയ ഹിഫ്ള് പ്രദാനം ചെയ്യുന്ന ഒരു മജ്‌ലിസാണ്. നമ്മുടെ ഹിദായയിലെ മുതഅല്ലിമീങ്ങളൊക്കെ 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഈ മജ്‌ലിസിലേക്ക് വെക്കുകയാണ്. ഹിദായക്ക് വേണ്ടി താങ്ങും തണലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിന് വേണ്ടി, മരണപ്പെട്ടു പോയവർക്കുള്ള സൗഖ്യങ്ങൾക്ക് വേണ്ടി, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി ലഭിക്കാൻ വേണ്ടി, പ്രസവ സംബന്ധമായി ബുദ്ധിമുട്ടുന്നവർക്ക് അവർക്കൊക്കെ സന്തോഷമുള്ള, എളുപ്പമുള്ള സുഖപ്രസവത്തിന് വേണ്ടി, വൈറസുമായി പ്രയാസപ്പെടുന്നവർക്ക് അതിന്റെ ശിഫാഇന് വേണ്ടി, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നിറവേറാൻ നാരിയത്ത് സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനെയും വകഞ്ഞു മാറ്റാനുള്ള, തടുത്തു നിർത്താനുള്ള നമ്മുടെ അരികിലുള്ള ശക്തി, അത് ഏത് കാറ്റിലും കോളിലും ഒലിച്ചു പോവാത്ത, എത്ര വലിയ ശത്രുവിന്റെ മുമ്പിലും സധൈര്യം പ്രയോഗിക്കാവുന്ന ആയുധം ദുആ മാത്രമാണ്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തിയതല്ലേ, അടിമ എന്നോട് ദുആ ചെയ്യുന്ന അവസരത്തിൽ അത്രയേറെ ഇജാബത്ത് കൊടുക്കാൻ സന്നദ്ധനാണ് എന്ന് പടച്ച റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ ദുആ അല്ലാഹുവിന്റെ മുമ്പിൽ എളിമയോടെ, താഴ്മയോടുകൂടെ പ്രാർത്ഥന നിർവഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മിൽ ഉണ്ടാവുക അത്യാവശ്യമാണ്.
നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളും ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാം. ദുന്യാവ് അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്ക് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എത്ര പരീക്ഷണങ്ങൾ നേരിട്ടാലും വീണ്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിനെ ഒരു വിളിക്കുകയല്ലാതെ അതിൽ നിന്ന് റബ്ബ് സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് റബ്ബിനെ മറക്കുന്ന ഒരു അപകടകരമായ അവസ്ഥ. മക്കയിലുണ്ടായിരുന്ന വിവിധ മുശ്രിക്കുകളുടെ, അള്ളാഹുവിനെ നിന്ദിക്കുന്നവരുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ, കടലിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് ആരാണ് രക്ഷക്കെന്ന് ചോദിച്ചാൽ റഹ്മാനായ റബ്ബ് രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിനെ നിന്ദിക്കുന്ന സ്വഭാവം ആ മുശ്രിക്കുകളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന് അത് നമ്മിൽ നിന്ന് അല്പമൊന്ന് ശമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പൈശാചിക ബുദ്ധി പുറത്തെത്തുകയും നിന്ദ്യതാബോധത്തോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത രൂപത്തിലാകുമ്പോൾ ഏറെ പേടിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് പണ്ട് മുതലേയുള്ള അവസ്ഥകൾ നമുക്കറിയാം. ഒരു വ്യക്തി ഗൾഫിലേക്ക് പോരുന്ന സമയത്ത് പണ്ടൊക്കെ ആദ്യം പോകുമ്പോൾ വീട്ടിലൊരു ബദ്രമൗലൂദൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ബദരീങ്ങളെ മുൻനിർത്തി കാര്യ സാഫല്യത്തിന് വേണ്ടി ചോദിച്ചു, ബറക്കത്തിന് വേണ്ടി ചോദിച്ച് പുറത്തിറങ്ങി. പിന്നീട് തുടർന്നങ്ങോട്ടുള്ള യാത്രകളിൽ ഒരു ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യാൻ വരെ മടിക്കുന്ന ഘട്ടത്തിലേക്ക് മുഅ്മിനീങ്ങളായ നമ്മൾ എത്തുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനുവേണ്ടി സഹകരിച്ചവരെ, നാം വന്ന വഴിയെ മറക്കുന്ന രൂപം ഒരിക്കലും മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമല്ല. ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി എവിടെയാണെങ്കിലും നമ്മൾ കാണിക്കുന്ന എളിമയും താഴ്മയും അതൊക്കെ ഒരിക്കലും തന്നെ ശാശ്വതമല്ല. ശാശ്വതമായത് നമ്മൾ കാണിക്കുന്ന തവാളു, നമ്മൾ കാണിക്കുന്ന വിധേയത്വം റബ്ബിന്റെ മുമ്പിൽ ഇഖ്ലാസോടുകൂടാവുകയും അതിൽ നിത്യമായി നിൽക്കുകയും ചെയ്യുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ നിന്ദിക്കാതെ അവന്റെ വിധിവിലക്കുകളെ പേടിച്ചു ജീവിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കല്യാണം കഴിയുന്ന സമയത്ത് നിക്കാഹിന്റെ മജ്ലിസിൽ ദുആ നടത്തി റബ്ബിന്റെ പൊരുത്തം തേടി പിന്നീട് നേരെ പേക്കുറ്റങ്ങളിലേക്ക് ചെല്ലുന്ന പ്രവണത, അതല്ലേ യഥാർത്ഥത്തിൽ റബ്ബിനെ നിന്ദിക്കുക എന്ന് പറയുന്നത്? ഒരു കുട്ടിയുണ്ടാകുന്ന സമയത്ത് അതിനുവേണ്ടി ദുആ ചെയ്ത് മാലകൾ ചൊല്ലി മൗലൂദുകൾ ചൊല്ലി സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച് എല്ലാം ചെയ്ത് ഗർഭകാലത്തിൽ പിഞ്ഞാണമെഴുതി കുടിച്ച് എല്ലാം ചെയ്ത് കുട്ടി ജനിച്ചതിനു ശേഷം എല്ലാ ചെയ്തു വന്ന ഔറാദുകളും മറന്ന് പിന്നീട് നമുക്ക് തോന്നിയ പോലെ, അതല്ലെങ്കിൽ കുട്ടിയായി കുറച്ച് തിരക്കായി അതിനെ കുഞ്ഞിനെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇല്ലായ്മകൾ തിരക്കുകളായി മാറ്റി നമ്മുടെ സമയം ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ പരിഗണിക്കാതെ നിസ്കാര കർമ്മങ്ങളിലും ഔറാദുകളിലും വീഴ്ച വരുത്തുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാർ, ഉമ്മമാർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ നിധാനം റബ്ബിന്റെ റിളയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അള്ളാഹുവിന്റെ റിള കിട്ടുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മെ അത്രയും ഉയരത്തിലെത്തിക്കുന്ന ഘടകമാണ്. നമുക്ക് ഉന്നതരായ ഒരു മനുഷ്യന്റെ പ്രീതി, ഇഷ്ടം ലഭിക്കുക നമുക്കൊക്കെ താല്പര്യമുള്ള കാര്യമാണ്. വലിയ പണ്ഡിതനാണെങ്കിൽ, അതല്ലെങ്കിൽ വലിയ സാമൂഹിക വ്യക്തിത്വമാണെങ്കിൽ അവരോട് അടുപ്പമുണ്ടാവുക എന്നുള്ളത് നമുക്കൊക്കെ ഒരു ഗമയാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗമ കാണിക്കേണ്ട ബന്ധം എവിടെയാണ്? അത് റബ്ബിന്റെ മുമ്പിൽ നമുക്കൊരു ബന്ധമുണ്ടാകുമ്പോഴാണ്.
അള്ളാഹുവിനോട് നമുക്കൊരു തഅല്ലുഖ് ഉണ്ടാകുമ്പോഴാണ്. നിസ്കാരത്തിലേക്ക് 2 കൈകൾ കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് 2 കൈകളും കെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മയോടുകൂടെ എളിമയോടുകൂടെ ഞാൻ നിന്റെ അടിമയാണെന്ന് പറഞ്ഞ് റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോ, ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോ, സാഷ്ടാംഗം ചെയ്യുമ്പോ, സുജൂദും റുകൂഉം ഇഅ്തിദാലിലും ഒക്കെ ചൊല്ലുന്ന ദിക്റുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോ റബ്ബുമായിട്ടുള്ള ബന്ധം കൂടുകയാണ്. അള്ളാഹുമായിട്ട് ബന്ധം കൂടിയാൽ നമ്മൾ പിന്നെ ആരെ ഭയപ്പെടാനാണ്? ലോകത്ത് എന്ത് വൈറസിനെ ഭയപ്പെടാനാണ്? എന്തിനാണ് പിന്നെ നമ്മൾ ഫഖറിനെ, ദാരിദ്ര്യത്തെ ഭയപ്പെടേണ്ടത്? നമ്മൾ ഏറ്റവും ഗനിയായ അന അബ്ദുൽ ഗനി, ഞാൻ ഏറ്റവും ഗനിയായ, ഏറ്റവും സമ്പന്നരായ, എല്ലാ സമ്പന്നർക്കും മുതൽ കൊടുക്കുന്നവൻ, എല്ലാ പാവപ്പെട്ടവരെയും സമ്പന്നനാക്കുന്നവൻ, എല്ലാ ധനികനെയും ദരിദ്രനാക്കാൻ കഴിവുള്ളവൻ, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകുമ്പോ അതിലേറെ വലിയ ബന്ധം ലോകത്തില്ല. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക, നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ അമലുകൾ മാറ്റുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബിന്റെ റിള, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന ആളുകളായാൽ, അള്ളാഹു പൊരുത്തപ്പെട്ട ആളുകളല്ലേ ബദരീങ്ങൾ, അള്ളാഹു പൊരുത്തപ്പെട്ടവരല്ലേ, പൊരുത്തപ്പെട്ട ആളുകളല്ലേ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്തുകൾ. അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുമ്പോ നമ്മുടെ ബർസഖിയായ ജീവിതം സന്തോഷമായിരിക്കും, നമ്മുടെ ദുന്യവിയായ ജീവിതവും സന്തോഷമായിരിക്കും. പിന്നെ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ടതില്ല. എല്ലാ ഖൈറും ശർറും റബ്ബിൽ നിന്നാണെന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഒരാപത്തിലും റബ്ബുമായിട്ടുള്ള ബന്ധത്തിൽ കോട്ടം സംഭവിക്കുകയില്ല. അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെടുന്ന ഇഷ്ട ജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വഅളുകളും ഉപദേശങ്ങളും പറയുന്നത് നമ്മൾ ചിലത് മറക്കാതിരിക്കാനാണ്, നമ്മൾ ചിലത് ഓർത്തിരിക്കാനാണ്, ചിലത് ലഭിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ മറക്കാതിരിക്കാനാണ്. നമ്മളൊക്കെ വന്നത് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്നാണ്. നമ്മളൊക്കെ ആദ്യം കേട്ടത് അല്ലാഹു അക്ബർ എന്ന വചനമാണ്. നമ്മളൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നത് അള്ളാഹുവിന്റെ നാമമാണ് നമ്മൾ കേട്ട് പഠിക്കുന്നത്. ആ റബ്ബിനെ, റബ്ബുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ മുറിച്ചു കളയാൻ പാടില്ല. നമ്മുടെ സന്തോഷത്തിലും പ്രയാസത്തിലും റബ്ബുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ എന്റെ അടിമക്കെന്ന് പടച്ച റബ്ബ് പഠിപ്പിക്കുമ്പോ നമ്മൾ റബ്ബിനെ കുറിച്ച്, റബ്ബ് നമുക്ക് ഖൈറ് മാത്രം തരുമെന്ന് വിശ്വസിച്ച് റബ്ബിനോട് ചോദിക്കുമ്പോ പ്രയാസങ്ങൾക്ക് വിട, പ്രതിസന്ധികൾക്ക് വിട. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്, സമാധാനമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ട അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. തങ്ങളവറുകളൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇതിനെ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രാർത്ഥനയും ആമീനും സ്വലാത്തും ദിക്റും ദുആവും തഹ്ലീലും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന വരിസംഖ്യ തരുന്ന ആളുകൾ, ഭണ്ഡാരങ്ങൾ വെച്ച് അതിലെ പണം സ്വരൂപിച്ച് ഹിദായയിലേക്ക് എത്തിക്കുന്ന ഇഷ്ടജനങ്ങൾ, അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ്. റബ്ബേ, നീ അവരെ ഇഷ്ടപ്പെടണം റഹ്മാനെ. അവർക്ക് നീ നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ ഉസ്താദുമാർക്കും തഅല്ലിമീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവർ നിന്റെ റിള പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നീ അവരെ പൊരുത്തപ്പെടണം റഹ്മാനെ. നീ അവർക്ക് നിന്റെ ഇഷ്ടം കൊടുക്കണമല്ലാ. അവരെ നിന്റെ ഇഷ്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ഹിദായയുടെ വിവിധ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചവർ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മജ്ലിസിലേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകൾ അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളെയും അവരെയും നമ്മുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, കൂട്ടുകുടുംബങ്ങൾ, ഇഷ്ടജനങ്ങൾ, നമ്മുമായി സഹകരിക്കുന്നവർ, നമ്മളാക്കി മാറ്റിയ ഉസ്താദുമാര്, മാതാപിതാക്കള്, കൂട്ടുകുടുംബക്കാര്, ഭാര്യ സന്താനങ്ങൾ
അള്ളാഹു എല്ലാവർക്കും അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് ഹിഫ്ളും ഹിമായത്തും അവന്റെ മഗ്ഫിറത്തും റഹമത്തും എല്ലാം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا راجي سيدا يا ربي സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളെ കുടുംബക്കാര് ബന്ധുമിത്രാദികൾ ജനങ്ങളെ സാധുക്കളായ നമ്മളൊക്കെ ചെയ്യുന്ന അമലുകൾ എല്ലാ ചെറുതും വലുതുമായ അമലുകളും പോരായ്മകളൊക്കെ പരിഹരിച്ച് നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ മജ്ലിസിലേക്ക് ചൊല്ലിവച്ച നാരിയത്ത് സ്വലാത്തുകളും ദിക്റുകളും ഖുർആനുകളും എല്ലാം പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണം റഹ്മാനെ. അതിന്റെയൊക്കെ മിസ്ൽ സവാബ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് അധികരിപ്പിച്ചു തരണം അല്ലാഹ്. അവിടുത്തെ മനാമിൽ കാണാനുള്ള കാരണമായി ഞങ്ങളുടെ സ്വലാത്തുകൾ മാറ്റിത്തരണം റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചോദിക്കുകയാണ്, മറ്റുള്ള എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും നിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള സ്ഥാനമാനങ്ങൾ ഏറ്റിക്കൊടുക്കണം അല്ലാഹ്. അവരുടെയൊക്കെ മഹത്വം കൊണ്ട് മദദ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഹഖ് കൊണ്ട് ജാഹ് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് നേരത്തെ പറയപ്പെട്ട ആളുകൾ പ്രിയപ്പെട്ടവര് നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവര് സഹകരിക്കുന്നവര് ഞങ്ങളോടൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും സ്നേഹം കാണിക്കുന്നവര് നമുക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നവര് റബ്ബേ ഞങ്ങളുടെയും അവരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളും നീ പൊറുത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും ചെയ്യണം അല്ലാഹ്. എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫയാക്കി തരണം റഹ്മാനെ. ഒരുപാട് ആളുകൾ കൊറോണ സംബന്ധമായി ബുദ്ധിമുട്ടുന്നവര് ദുആ ചെയ്യാൻ പറഞ്ഞവര് എല്ലാവർക്കും ആജുലായ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെയും കുടുംബത്തെയും ഞങ്ങളുടെ ഉമ്മമാര്, പ്രായം ചെന്നവര്, കുട്ടികൾ, ഭാര്യ, സന്താനങ്ങൾ പലരും എല്ലാവരെയും നീ എല്ലാ മഹാമാരികളിൽ നിന്നും രക്ഷിക്കണം റഹ്മാനെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ ഹിഫ്ളിലും ഹിമായത്തിലുമാക്കി തരണം റഹ്മാനെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പെട്ടെന്ന് വീടാനുള്ള വഴികൾ കാണിച്ചു തരണം റഹ്മാനെ. അതുപോലെ തന്നെ വിവിധ പ്രയാസങ്ങളുള്ളവരുണ്ട്, എല്ലാം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. പ്രസവ സംബന്ധമായി ഹോസ്പിറ്റലിലുള്ളവർക്ക് സുഖപ്രസവം കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് ഖബറിടം നീ സ്വർഗമാക്കി കൊടുക്കണമല്ലാ. ഞങ്ങൾ ഓതിയതിന്റെയും ചൊല്ലിയതിന്റെയൊക്കെ മിസ്ലെ സവാബ് അവരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അത് കാരണം അവരുടെ ഖബറിൽ വല്ല മുസീബത്തും അനുഭവിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ നീ മാറ്റിക്കൊടുക്കണമല്ലാ. അവരുടെ ഖബറിടത്തിലേക്ക് സ്വർഗത്തിന്റെ വാതിലുകളും സന്തോഷങ്ങളും കൊടുക്കണം റഹ്മാനെ. ഹൗദുൽ കൗസർ ഒരുമിച്ച് മുത്തുനബിയോടൊപ്പം കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. മുത്തുനബിയുടെ ജിവാറിലായി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ബാരിക് ലനാ ഫീ കുല്ലി ഉമൂരിനാ ഖുസൂസൻ ഫീ തഅല്ലുമിനാ വതഅലീമിനാ وفي جميع معاملاتنا وفي جميع حركاتنا وسكناتنا بركة تامة كما باركت على عبادك الصالحين. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.